ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സർഗലയം യൂട്യൂബ് ചാനൽ. അതിവിസ്മയകരമായ കാഴ്ചകളുടെ ലോകത്തേക്കാണ് ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. തമിഴ്നാട്ടിലെ തഞ്ചാവൂരിലെ മേമ്പാലം ജില്ലയിൽ ബാലഗണപതി നഗർ റോഡിലെ ലോകപ്രശസ്തമായ ക്ഷേത്ര സമുച്ചയത്തിൻ്റെ അത്ഭുത കാഴ്ചകളിലേക്ക്. കലയും ആത്മീയതയും ശാസ്ത്രവും സമ്മേളിച്ച മഹാത്ഭുതം. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും മഹത്തായ തഞ്ചാവൂരിലെ ബൃഹദീശ്വര ക്ഷേത്രം അഥവാ രാജരാജേശ്വര ക്ഷേത്രം, പെരിയ കോവിൽ എന്ന പേരിലും ഈ ക്ഷേത്രം അറിയപ്പെടുന്നു. 12 വർഷം കൊണ്ട് ചോള രാജാക്കന്മാർ കല്ലിൽ പണിതുയർത്തിയ മഹാവിസ്മയം. കാലാകാലങ്ങളിലായി നവീകരിക്കപ്പെട്ട ക്ഷേത്ര സമുച്ചയം. ഒറ്റക്കല്ലിൽ തീർത്ത നന്ദിയും കൂറ്റൻ ശിവലിംഗങ്ങളും, 80 ടൺ ഭാരമുള്ള ഒറ്റക്കല്ലിൽ തീർത്ത ക്ഷേത്രമകുടം, ക്ഷേത്രഗോപുരങ്ങൾ, ഉപക്ഷേത്രങ്ങൾ, ചുറ്റമ്പലം, കൂറ്റൻ ശിവലിംഗങ്ങൾ. വാസ്തുവിദ്യ കൊണ്ടും മനോഹാരിത കൊണ്ടും നമ്മെ അമ്പരിപ്പിക്കുന്ന ദൃശ്യങ്ങൾ. ലോകത്തിനു മുൻപിൽ ചോളരടങ്ങിയ ദ്രാവിഡ വംശജരുടെ പൂർവ്വപിതാക്കന്മാർ പടുത്തുയർത്തിയ മഹാത്ഭുതമാണ് ടെമ്പിൾ. ഇത് നന്ദി മണ്ഡപമാണ്. എൻ്റെ പിന്നിൽ കാണുന്നത് കരിമ്പാറയിൽ തീർത്ത കൂറ്റൻ നന്ദി വിഗ്രഹം. ബൃഹദീശ്വരൻ്റെ പ്രധാന ക്ഷേത്രത്തിന് അഭിമുഖമാണിത്. 12 അടി ഉയരവും 20 അടി നീളവും ഇതിനുണ്ട്. തഞ്ചാവൂരിൻ്റെ ചരിത്രവും സംസ്കാരവും പേറുന്ന ക്ഷേത്രം. 1000 വർഷം പഴക്കമുണ്ട് ഈ ക്ഷേത്രത്തിന്. കോട്ടമതിൽ, 2 ഗോപുര കവാടങ്ങൾ, ക്ഷേത്ര ചുറ്റുമതിൽ എന്നിങ്ങനെ 3 അടുക്കുള്ള സുരക്ഷ കടന്നു വേണം ക്ഷേത്രമുറ്റത്തെത്താൻ. കൊത്തുപണിയില്ലാത്ത കോട്ടമതിൽ ഏറ്റവും പുറത്ത് നമ്മൾ കണ്ടത്. 100 കണക്കിന് കൽത്തൂണുകൾ കൊണ്ട് പണിത നടപ്പന്തലുകൾ അടങ്ങിയ ചുറ്റുമതിൽ. തൂണുകളിൽ പഴന്തമിഴിൽ പലതും എഴുതിയതായി കാണാം. ചരിത്രത്തിലേക്കുള്ള രചിതരേഖകൾ. ഇവിടുത്തെ കൊത്തുപണികൾ അതിഗംഭീരം. ഈ കലാവൈഭവം എങ്ങനെ കൊത്തിയെടുത്തുവെന്ന് നാം അതിശയിച്ചു. മേൽക്കൂരകൾ ചിത്രപ്പണി കൊണ്ടും ഗംഭീരം. ക്ഷേത്രങ്ങളും ഉപക്ഷേത്രങ്ങളും കൃത്യമായ വാസ്തുശാസ്ത്രപ്രകാരമാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇവിടുത്തെ അമ്പലത്തിനകത്തേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഇവിടെ നമുക്ക് ഏറ്റവും ഉള്ളിലേക്ക് പോകാനുള്ള അനുമതിയില്ല. പുറത്തു നിന്ന് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. അമ്പലത്തിൻ്റെ അകഭാഗമാണ് ഈ കാണുന്നത്. ഇതാണ് 66 മീറ്റർ ഉയരമുള്ള ഈ ക്ഷേത്ര ഗോപുരം നിരവധിയായ ശില്പങ്ങൾ കൊണ്ട് അലങ്കൃതമാണ്. കൂറ്റൻ ഗോപുരം, ശിഖരം എന്ന് വിളിക്കുന്ന താഴികക്കുടം, ക്ഷേത്ര ഗോപുരത്തിന് 60 മീറ്റർ ഉയരത്തിൽ കൂറ്റൻ ഒറ്റക്കല്ലിൽ നിർമ്മിച്ചിരിക്കുന്നു. 80 ടൺ ഭാരമുണ്ട്. ഇതിന് ചോളശില്പികൾ കൃഷ്ണശിലയിൽ രചിച്ച മഹാകാവ്യമാണ് ഈ ക്ഷേത്രം. അപാര ശാസ്ത്രജ്ഞാനമുള്ള ശില്പി കുഞ്ഞരമല്ലൻ രാജരാജ പെരുന്തച്ഛനാണ് ഈ ക്ഷേത്ര സമുച്ചയത്തിൻ്റെ പ്രധാന ശില്പി. തഞ്ചാവൂരിൻ്റെ ചരിത്രവും സംസ്കാരവും പേർന്ന ഈ ക്ഷേത്രം ചോള ഭരണകാലത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതാണ്. ഈ ക്ഷേത്രത്തിൽ 100-ലധികം വാദ്യകലാകാരന്മാരും 400 നർത്തകരും 50ഓളം ഗായകരും അടങ്ങുന്ന വലിയൊരു സംഘം ഇവിടെ ഉണ്ടായിരുന്നു. അന്നത്തെ സുപ്രധാന പരിപാടികളെല്ലാം ഈ ക്ഷേത്രാങ്കണത്തിൽ വെച്ചായിരുന്നു നടത്തപ്പെട്ടത്. വല്ലാത്തൊരു പോസിറ്റീവ് എനർജിയാണ് ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. 108ഓളം ശിവലിംഗങ്ങൾ നിരനിരയായി ഇതിനകത്ത് നമുക്ക് കാണാം. ക്ഷേത്രത്തിലെ നർത്തകിമാരുടെ വിശ്രമ സ്ഥലമായിരുന്നു ഇത്. മുറ്റത്ത് പലതരത്തിലുള്ള മണ്ഡപങ്ങൾ കാണാം. ഉത്സവകാലത്ത് കച്ചേരികൾ നടത്തിയിരുന്നത് ഈ മണ്ഡപങ്ങളിൽ വെച്ചാണ്. ഈ അത്ഭുത കാഴ്ചകളുടെ ലോകത്ത് നമ്മൾ ഒരു നിമിഷം നിൽക്കുമ്പോൾ അമ്പരന്ന് പോകും. കാരണം അത്രയ്ക്ക് വാസ്തുശില്പം കൊണ്ടും ചിത്രപ്പണികൾ കൊണ്ടും എല്ലാം മനോഹരമായ ക്ഷേത്രങ്ങളാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത്ഭുതങ്ങളുടെ ഈ ലോകത്ത് നിന്നും തൽക്കാലം വിട പറയുകയാണ്. നിങ്ങൾക്കും
ഈ മഹാത്ഭുതം കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അതിവിസ്മയങ്ങളടങ്ങുന്ന കാഴ്ചകളുമായി ഞാൻ എത്തുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടെ വിടവാങ്ങുകയാണ്. ബൈ.